2025 ദുബായില് ഒരു ഫാമിലിക്ക് താമസിക്കാൻ എത്ര ചെലവ് വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. മിഡിൽ ക്ലാസ് ഫാമിലി അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നല്ല ലൊക്കേഷനിൽ ഒരു 1 BHK ഫ്ലാറ്റ് റെന്റിനെടുത്ത് താമസിക്കണമെങ്കിൽ ഉദ്ദേശം ഒരു 3000 ദിർഹംസ് ആവും. പിന്നെ അവരുടെ മാസത്തെ ഒരു ചെലവുകൾ ഗ്രോസറീസും ഫുഡും അങ്ങനെ എല്ലാം നോക്കിയാൽ ഒരു 1000 ദിർഹംസ് എങ്കിലും ഏറ്റവും മിനിമം ആവും. പിന്നെ അവരുടെ ഇലക്ട്രിസിറ്റി, വാട്ടർ, ദേവ ചാർജസ് ഒരു മിനിമം 750 ദിർഹംസ് എങ്കിലും നമ്മൾ കൂട്ടണം. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാർ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ആ കാറിന് ഒരു EMI ഉണ്ടാവും. ഒരു 750 ദിർഹംസ് എങ്കിലും മാസം കാറിന് EMI അടയ്ക്കേണ്ടതായിട്ട് വരും. പെട്രോൾ എക്സ്പെൻസ് ഒരു 500 ദിർഹംസ് എങ്കിലും ഏറ്റവും മിനിമം കൂട്ടണം. ഇത് കൂടാതെ തന്നെ ഒരു കുട്ടിയെങ്കിലും ആ വീട്ടിൽ പഠിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷന് ഒരു 750 ദിർഹംസ് മുതൽ 1000 ദിർഹംസ് വരെയൊക്കെ നമ്മൾ വിടുന്ന സ്കൂളിന്റെ അനുസരിച്ച് വരാം. ഇത് കൂടാതെ നമുക്കുള്ള ഇൻഷുറൻസ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള പേഴ്സണൽ ആവശ്യങ്ങള്, നമ്മുടെ പേഴ്സണൽ ഷോപ്പിംഗ്, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വീണ്ടും വരാം. ഏകദേശം ഒരു 7500-8000 ദിർഹംസ് ഒരു മാസം നമുക്ക് വരുമാനമുണ്ടെങ്കിലേ നമുക്ക് വലിയ മിച്ചമൊന്നും പിടിക്കാതെ തന്നെ ദുബായിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിൽ ജീവിച്ചു പോകുവാനായിട്ട് സാധിക്കുള്ളൂ. എന്ന് പറഞ്ഞ് ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. വളരെ നിസ്സാരമായ ശമ്പളം വാങ്ങിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ട് ജീവിക്കുന്നവരും ദുബായിലുണ്ട്. വളരെ എക്സ്ട്രീം ഇതില് വളരെ ലക്ഷറിയസ് ലൈഫ് സ്റ്റൈല് നയിക്കുന്നവരും ഉണ്ട്. എന്നാലും ഒരു ആവറേജ് രീതിയിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഇന്ന് ദുബായിൽ ജീവിക്കണമെങ്കിൽ ഒരു 7500-8000 ദിർഹംസ് എങ്കിലും ദുബായിൽ എക്സ്പെൻസ് ആവുന്നുണ്ട്. പിന്നെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കില്ലും നമ്മുടെ നോളജും ഒക്കെ അനുസരിച്ച് എത്ര വേണമെങ്കിലും നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഇന്ന് ദുബായിലുണ്ട്. സോ ദുബായ് ഒരു വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ് ടു ലിവ് ഇൻ ആണ്. നിങ്ങൾ ഫാമിലി ആയിട്ട് ദുബായിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മന്ത്ലി ചെലവാകുന്നുണ്ട് എന്ന് താഴെ കമന്റ് ചെയ്യുക.